തരൂരിനി ധൈര്യമായി പറക്കാം. ചങ്കൂറ്റം കാട്ടി സോണിയാഗാന്ധി കളം നിറയുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പറക്കാൻ ആരുടെയും അനുവാദം ചോദിക്കേണ്ടതില്ല, ആകാശം നിങ്ങളുടേതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പക്ഷിയുടെ ചിത്രവും തരൂർ പങ്കുവെച്ചത്. സത്യം പറഞ്ഞാൽ തരൂരിനെതിരെ ഖാർഗെ വടിയെടുത്തതിന് പിന്നാലെയാണ് തരൂർ ഇത്തരത്തിൽ മറ്റൊരു അഭിപ്രായവുമായി വന്നത്. എന്നാൽ ഇന്നലത്തോടുകൂടി അവസാന അതിർവരമ്പും തരൂർ ലംഘിച്ചിരിക്കുകയാണ്. ഇത്തവണ മോദി സ്തുതിയോ BJP ഭരണത്തിന്റെ വാഴ്ത്തുപാട്ടോ മാത്രമല്ല തരൂരിന്റേത്, അതിനേക്കാളും ഒക്കെ അപ്പുറത്തേക്കാണ് തരൂർ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് കടന്നിരിക്കുന്നത്. RSSനെതിരെ രാഹുൽ ഗാന്ധി തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ തന്ത്രപ്രധാന ചുമതല വഹിക്കുന്ന തരൂർ RSS പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ അവർ കെങ്കേമമാണ്, സൂപ്പറാണ് എന്ന തരത്തിലൊക്കെ വാഴ്ത്തുപാട്ടുമായി രാഷ്ട്രീയ ഇന്ത്യയുടെ പരിസരം നിറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന ശിലയായ മതേതരത്വവും സോഷ്യലിസവും എടുത്തു കളയണമെന്ന് വാദിച്ചുകൊണ്ട് RSS രംഗത്തെത്തുമ്പോൾ ഉപരാഷ്ട്രപതി അടക്കം അത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നതിനിടയിലാണ് RSS പുരോഗമനപരമായ രീതിയാണ് ഇപ്പോൾ തുടരുന്നത് എന്ന് തരൂർ പറയുന്നത്. അതായത് ഭരണഘടനയ്ക്ക് പകരം RSS മനുസ്മൃതി ആഗ്രഹിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധിയുടെ പരാമർശം തള്ളിക്കൊണ്ടാണ് ഡോക്ടർ ശശി തരൂർ ഭരണഘടന സംബന്ധിച്ച മുൻ നിലപാടിൽ നിന്നും RSSന് മാറ്റം ഉണ്ടായെന്നാണ് താൻ കരുതുന്നത് എന്നും പറയുന്നത്. മോദി സ്തുതി വിവാദത്തിന് പിന്നാലെയാണ് ഭരണഘടനാ വിഷയത്തിലും തരൂർ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത്. ഒന്നോർക്കണം, മതേതരത്വത്തെ ഭരണഘടനയിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി RSSനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. അവിടെയാണ് തരൂർ RSS പഴയ പോലെയല്ല, മനുസ്മൃതി പോലെയുള്ള നിലപാടിൽ നിന്നൊക്കെ മാറ്റം വരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് വാഴ്ത്തുപാട്ടുകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അതെങ്ങനെയാണ് ശരിയാവുക? തരൂർ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ എന്തിനാണ് ഇപ്പോൾ RSS മതേതരത്വത്തെയും സോഷ്യലിസത്തെയും എടുത്തു കളയണമെന്ന് പറയുന്നത്? പഴയ ബാലിശമായ ചിന്തകളെ ഇന്നും പേർന്നത് കൊണ്ടാണല്ലോ അവരിപ്പോൾ വീണ്ടും ഭരണഘടനയുടെ ആമുഖം തന്നെ തിരുത്തണമെന്ന് പറയുന്നത്. അതിനെതിരെ രാജ്യത്തെ പ്രതിപക്ഷം ശക്തമായി പ്രതികരിക്കുമ്പോഴാണ് അതേ പ്രതിപക്ഷത്തിന്റെ ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന തരൂരിന് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു എന്ന് ചോദിച്ചാൽ അധികാരമോഹം എന്ന് മാത്രമേ പറയാനുള്ളൂ. കോൺഗ്രസ് അവരുടെ പ്രതാപകാലത്ത് തരൂരിനെ പോലെ ഒരാളെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത് കേന്ദ്രമന്ത്രി പട്ടവും കൊടുത്ത് നിർത്തിയത് തരൂരിന്റെ കഴിവും പ്രാപ്തിയും ഈ പാർട്ടിക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മൻമോഹൻ സിംഗ് അടക്കമുള്ള ഒരു വലിയ പ്രൊഫഷണൽ നിരയെ കൊണ്ടുവന്നതും കോൺഗ്രസ് ഈ രാജ്യത്തിന് വേണ്ടിയും ആ രാജ്യത്തിന്റെ പുരോഗതിക്കുമാണ്. പക്ഷേ വർഗീയതയുടെ ചിട്ടിറക്കി കളിച്ച് BJPക്ക് മുന്നിൽ മതേതര മൂല്യം മുറുകെ പിടിക്കുന്ന കോൺഗ്രസ് തൽക്കാലം ഒന്ന് ക്ഷീണിച്ചിരിക്കുന്ന നേരത്താണ് തരൂർ ഈ പാർട്ടിയിൽ നിന്നും ഈ പാർട്ടിയെ ഉറ്റുകൊടുക്കുന്ന സ്വഭാവം കൈക്കൊള്ളുന്നത്. ഇതോടെ പാർട്ടി അംഗങ്ങൾക്കപ്പുറത്ത് രാഷ്ട്രീയമറിയാവുന്ന സകല ജനങ്ങളും പറഞ്ഞു കോൺഗ്രസ് ചങ്കൂറ്റത്തോടെ തരൂരിനെ പുറത്താക്കണമെന്ന്. പൊന്നു കായ്ക്കുന്ന മരമായാലും പുരയ്ക്ക് ചാഞ്ഞാൽ വെട്ടണമെന്ന്. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ മറ്റെല്ലാത്തിനെയും മാറ്റി നിർത്തിക്കൊണ്ട് സോണിയാഗാന്ധി തന്നെ നേരിട്ട് ചങ്കൂറ്റത്തോടെ തരൂരിനെതിരെ ഇറങ്ങുന്നത്. റഷ്യയിൽ നിന്നും ഡൽഹിയിൽ വിമാനമിറങ്ങിയ തരൂർ മോദി ഇനി അടുത്ത ദൗത്യം എന്തെങ്കിലും ഏൽപ്പിക്കുമോ എന്ന് നോക്കിയിരിക്കുകയാണ്. അതുവരെ വാഴ്ത്തുപാട്ടുകൾ തുടരും. തരൂരിന്റെ കണ്ണിൽ മോദിയും BJPയും അടക്കം കേന്ദ്രം മുഴുവൻ വൗ ഫാക്ടറാണ്. പ്രതിപക്ഷം മാത്രമാണ് ഒന്നിനും കൊള്ളാത്തത്. അങ്ങനത്തെ തരൂരിന്റെ ഇരിപ്പിടം കോൺഗ്രസിൽ ഉണ്ടാകുന്നത് ഈ പാർട്ടിക്ക് ഒട്ടും യോജ്യമല്ല. എന്തായാലും ഇനി തരൂരിനെതിരെ ശക്തമായ നിലപാട് കോൺഗ്രസ് എടുക്കുമെന്ന് ഉറപ്പിക്കാം. കാരണം അത്തരത്തിലുള്ള അവസാനത്തെ അതിർവരമ്പുമാണ് കഴിഞ്ഞ ദിവസം തരൂർ ലംഘിച്ചിരിക്കുന്നത്. ശശി തരൂർ വ്യക്തമാക്കി. Historically, he is referring to the fact that that was a criticism expressed at the time of the adoption of the Constitution. Mr. Golwalkar, amongst others, said that one of the great flaws of the Constitution is there is nothing of the Manusmriti in it. But I think the RSS itself has moved on from those days. So as a historical statement, it's accurate. Whether it's a reflection of how they feel today, the RSS should be in the best